ഇടമലക്കുടിയിലെ 2 റേഷൻ കടകളിൽ നിന്നായി 65 ടൺ റേഷനരി കാണാതായ സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് പോലീസ് അന്വേഷണം ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇടമലക്കുടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിൽ നിന്നും റേഷനരി കാണാതായ വിവരം പുറത്തുവന്നത്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിലെ 2 റേഷൻ കടകളിലായി 70 ടൺ റേഷനരി സ്റ്റോക്കുള്ളതായിട്ടായിരുന്നു രേഖകൾ കാണിച്ചിരുന്നത്. എന്നാൽ നിലവിൽ കടയിൽ സ്റ്റോക്കുള്ളതാകട്ടെ 5 ടൺ അരി മാത്രം, അതായത് 65 ടൺ അരി കാണാനില്ല. ഈ സംഭവത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് പോലീസ് അന്വേഷണം ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇടമലക്കുടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിൽ നിന്നും റേഷനരി കാണാതായ വിവരം പുറത്തുവന്നത്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇടമലക്കുടിയിൽ വിതരണം ചെയ്യേണ്ട 65 ടൺ അരി കാണാതായെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. 1 മാസമായി ഇടമലക്കുടിയിൽ റേഷൻ ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പെട്ടിമുടി ഗോഡൌണിലും സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നിവിടങ്ങളിലെ റേഷൻ കടകളിലും നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരമാണ് 65 ടൺ അരി നഷ്ടമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.